എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം ഇന്ന് ഒക്ടോബർ 10 വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നതാണ് WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. എൻ്റെ തൊണ്ടയ്ക്ക് ഒരു ചെറിയൊരു കുഴപ്പമുണ്ട്, കാരണം ഇച്ചിരി ജലദോഷമൊക്കെ ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ തൊണ്ടയ്ക്ക് ഒരു ചെറിയൊരു ഒച്ചയടപ്പുണ്ട്. അപ്പം ഇവർക്ക് WHO എല്ലാ വർഷവും ഓരോ തീമുണ്ട്, കാരണം അവർ ആ വർഷം അതിനെ ഫോക്കസ് ചെയ്യും. അപ്പോൾ ഈ വർഷത്തെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ തീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസ് ടു സർവീസസ്, മെൻ്റൽ ഹെൽത്ത് ഇൻ കാറ്റസ്ട്രോഫീസ് ആൻഡ് എമർജൻസീസ് എന്നാണ്. അതായത് നമ്മൾക്ക് ഈ സൗകര്യങ്ങളിലേക്കുള്ള ഈ സർവീസിലേക്കുള്ള ഒരു സഹായം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾക്കത് ആക്സസ് ചെയ്യാൻ പറ്റുക. അതായത് നമ്മൾക്കത് കിട്ടുന്ന രീതിയിൽ അത് അവർ ചെയ്യുക. അതാണ് പറയുന്നത് ആക്സസ് ടു സർവീസസ്. പിന്നെ പെട്ടെന്നുണ്ടാകുന്ന ദുരന്തങ്ങളിലും, കാറ്റസ്ട്രോഫീസ് ദുരന്ത സമയത്തും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമർജൻസി ഉണ്ടാകുന്ന സമയത്തും ആവശ്യമായ സഹായം ആൾക്കാർക്ക് നൽകുക. അതാണ് അവരുടെ ഈ വർഷത്തെ തീമെന്ന് പറയുന്നത്. അപ്പം ഇത് മെയിൻലി ഫോക്കസ് ചെയ്തേക്കുന്നത് നമ്മുടെ പെട്ടെന്നുണ്ടാകുന്ന ദുരന്തം ഉണ്ടല്ലോ, അത് ലൈക്ക് നമ്മുടെ വെള്ളപ്പൊക്കം, ലാൻഡ് സ്ലൈഡ്സ്, മണ്ണിടിച്ചിൽ കാര്യങ്ങൾ, പിന്നെ എന്തെങ്കിലും അതല്ല അതായത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് തന്നെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ട്രാജഡിയൊക്കെ പറ്റത്തില്ലേ, അപ്പം അങ്ങനെ. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ പകർച്ചവ്യാധികൾ പോലെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനും ആൾക്കാർക്ക് അതിനെ അതിജീവിക്കാനായിട്ട്, കാരണം അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എല്ലാവരും ഒരേ രീതിയിലല്ല എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പം അതിനെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. പലർക്കും പല രീതിയാണ്. ഇപ്പോൾ ഞാനത് ഉൾക്കൊള്ളുന്ന പോലെ ആയിരിക്കത്തില്ല നിങ്ങൾ അത് ചെയ്യുന്നത്. അന്നേരം എല്ലാവർക്കും പല രീതിയിലാണ്, വ്യത്യാസമാണ്. അപ്പം അങ്ങനെ ആ സമയത്ത് സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സർവീസ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. അതാണ്. പിന്നെ ഈ WHO കണക്ക് പ്രകാരം 5-ൽ ഒരാൾക്ക് ഈ ദുരന്ത സമയത്തൊക്കെ മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് യങ് പീപ്പിളിനും ഇതുപോലെ തന്നെ 5-ൽ ഒരാൾക്ക് മാനസികാരോഗ്യത്തിന് ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം നമ്മൾ നേരത്തെ പോലെയൊക്കെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക്, ഇപ്പോൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ല ആത്മഹത്യകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ. അപ്പോൾ അവരുടെ ഒരു അപകടം വരുമ്പോഴോ, അല്ലെങ്കിൽ അവർക്കൊരു വിഷമം വരുമ്പോഴോ, അതിനോട് പ്രതികരിക്കുന്ന രീതിയിൽ വ്യത്യാസം വരുമ്പോഴത്തേക്കിനുമാണ് നമുക്കിങ്ങനെ മാനസികാരോഗ്യത്തിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പെട്ടെന്നുണ്ടാകുന്ന സമയത്ത് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക, അതാണ്. ഇപ്പം നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഗവൺമെൻറ്റും സ്വകാര്യ സംഘടനകളൊക്കെ ഇല്ലേ, അവർ കൂടി ചേർന്നിട്ട് ആൾക്കാർക്ക് ടെലിഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ വിളിച്ച് സംസാരിക്കാനുള്ള ഒരു സൗകര്യം, പിന്നെ ടോക്കിംഗ് തെറാപ്പിയൊക്കെ ഒത്തിരി ഇഫക്റ്റീവാണ് നമ്മൾക്ക് മാനസിക ബുദ്ധിമുട്ടുള്ളവർക്ക്. പിന്നെ ഓൺലൈൻ കൗൺസിലിങ്, പിന്നെ ഹോട്ട്ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ചിലപ്പോൾ അത് ടോൾ ഫ്രീ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം അവർക്ക് അപ്പോഴത്തേക്കിനും അവർക്ക് ചിലപ്പം പറയാതെ അങ്ങനെയൊക്കെ സംസാരിക്കാനുള്ളൊരു സൗകര്യം കാണും. അപ്പം അത് ചെയ്യുക. പിന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സൊക്കെ, അവിടെ ആൾക്കാർക്ക് അവിടെ സൗകര്യം കൊടുക്കുക, അവിടെ വന്ന് സംസാരിക്കാനും ആൾക്കാരെ കണ്ട് സംസാരിക്കാനൊക്കെയുള്ള അങ്ങനത്തെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെയാണ് ഇപ്പോൾ WHO പറയുന്നത് നമ്മുടെ ഈ വർഷത്തെ ഇതിനകത്ത്. ഇതുവഴി ഉദ്ദേശിക്കുന്നത് നമുക്ക് സാമൂഹിക ബോധവൽക്കരണം നൽകുക എന്നുള്ളതാണ്. ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി ഇങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന്. അപ്പം നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? പിന്നെ ഗവൺമെൻറ്റും അതും ചെയ്തതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ലോ. പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്, ദുരന്ത സമയത്തും അല്ലെങ്കിൽ ഒരാൾക്കൊരു ഇൻഡിവിജ്വലായിട്ട് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള സഹായം, അല്ലെങ്കിൽ അവർക്ക് അവരത് ഉൾക്കൊള്ളുന്ന രീതി വ്യത്യാസമാണെങ്കിൽ അവരോട് സംസാരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുക. അത് വളരെ അത്യാവശ്യമാണ് നമുക്കൊരു ഒരു ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്തൊക്കെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, നമ്മുടെ ശാരീരിക അസുഖത്തെ പോലെ
തന്നെയുള്ളൊരിതാണ്. അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല. കാരണം നമ്മൾക്ക് ശരീരത്തിനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളത് ചികിത്സിക്കത്തില്ലേ? അതുപോലെ തന്നെയാണ് മനസ്സിന് വന്നു കഴിയുമ്പോഴും അത് നമ്മളത് ചികിത്സിച്ച് നമുക്കത് ഭേദമാക്കുക. പിന്നെ നമ്മൾക്ക് ഈ ക്യാമ്പയിനും കാര്യങ്ങളുമൊക്കെ നമ്മൾക്കിങ്ങനെ ക്ലാസ്സുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഈ മാനസികാരോഗ്യത്തെപ്പറ്റി നമുക്ക് ഒരുപാട് എന്താ പറയുന്നത് ഒരു നാണക്കേടും ഒരു മറ്റുള്ളവരോട് പറയാനുള്ളൊരു മടിയും അതൊക്കെയുണ്ട് ഇല്ലേ? അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ടുള്ളൊരു വഴി കാണുക. കാരണം അതൊരിക്കലും ഒരു നാണക്കേട് ഉണ്ടാവേണ്ട ഒരു കാര്യമല്ല. കാരണം അത് ഒരു അസുഖമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾക്ക് ആരെയും നമുക്ക് കുറ്റം പറയാൻ അങ്ങനെ പറ്റത്തില്ല. ഇപ്പം മറ്റുള്ളവരെ നമ്മൾ നോക്കുന്ന ആ ഒരു എന്താ പറയുന്നത്, ഓ ആൾക്ക് ഇപ്പം മാനസികാരോഗ്യമുണ്ട് അല്ലെങ്കിൽ അവരിനി ഒരിക്കലും ശരിയാകാൻ പോകുന്നില്ല, അങ്ങനെയൊന്നുമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നമ്മുടെ ഒരു അസുഖം മാറുന്നത് പോലെ തന്നെയാണ് അവരുടെ ശരിയായ രീതിയിൽ അവരോടുള്ള ഇടപെടലും അവരെ ശരിയായ രീതിയിലുള്ള മെഡിസിനും ഒക്കെ എടുക്കുമ്പോഴത്തേക്കിനും അവർക്കത് മാറിപ്പോകുന്നത്. ഞങ്ങളെങ്ങനെ ചില പേഷ്യൻസ് വിളിക്കാറുണ്ട് ഇപ്പം ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ട്. അപ്പം ആദ്യമൊക്കെ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മളെന്താ അവരോട് സംസാരിക്കുന്നതെന്ന്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ 2 മണിക്കൂർ വരെയൊക്കെ കണ്ടിന്യൂസ് അവരോട് സംസാരിച്ചിരിക്കണം. കാരണം അവർക്കൊരു ഹെൽപ്പ് എത്തുന്നത് വരെ നമ്മൾക്കത് അവരെ ജസ്റ്റ് ലീവ് ചെയ്ത് പോകാൻ പറ്റുകയില്ല. അവർക്കൊരു ഹെൽപ്പ് എത്തുന്നത് വരെ നമ്മളത് സംസാരിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ഞാൻ പലപ്പോഴും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കുറേ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒരു കാമാകും. ചിലപ്പോൾ അവരൊക്കെ ഞാനിപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ പോകുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ സംസാരിച്ച് കഴിയുമ്പോൾ അവർ തന്നെ ഒരു കാമാകും. അപ്പം അങ്ങനത്തെയൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എന്താ പറയുന്നത് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ നമ്മുടെ വീട്ടിൽ നമ്മുടെ എന്താ പറയുക മാതാപിതാക്കളും മക്കളും അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു തുറന്ന ഒരു സംവാദം, അതായത് ഡിബേറ്റ് പോലെയൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുക. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും ഇതിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കൊന്നും മുന്നോട്ട് വരാനുള്ള മടി കാണത്തില്ല. പിന്നെ ഇതിപ്പം എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരന്ത സമയത്തും ഒക്കെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ആവശ്യമായവർക്ക് മാനസിക ആരോഗ്യത്തിന് എന്തെങ്കിലും നമുക്കത് സഹായം ചെയ്യാനുള്ളൊരു മനസ്സും അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അവർക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള നമ്മൾക്ക് അറിയാമെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ചെയ്യുക. പിന്നെ ഈ ദുരന്ത സമയത്ത് എല്ലാവർക്കും സഹായം ഒരുപോലെ ലഭ്യമാകണം. ഈ വർഷത്തെ തീം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാവർക്കും ഒരേപോലെ ആവശ്യമുള്ളവർക്ക് ഈ ദുരന്ത സമയത്ത് സഹായം ലഭിക്കണം. പിന്നെ മാനസികാരോഗ്യം ഒരു മനുഷ്യ അവകാശമാണ്. എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവരുടെ ഒരു വിഷമ സമയത്ത് നമുക്ക് എന്താ പറയുക അവരോട് സംസാരിക്കണം, അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. അതിനുള്ള അതിനുള്ള ഒരു സാഹചര്യം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.